അത്യാധുനിക സൗകര്യങ്ങളോടെ പണി പൂർത്തീകരിച്ച പെരിങ്ങോം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. This news is brought to you by അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ. അത്യാധുനിക സൗകര്യങ്ങളോടെ പണി പൂർത്തീകരിച്ച പെരിങ്ങോം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് പെരിങ്ങോത്ത് നൽകിയത്. MLA TI മധുസൂദനൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി, പഞ്ചായത്ത് പ്രസിഡന്റ് K ലളിത, സംഘാടക സമിതി ചെയർമാൻ PV തമ്പാൻ തുടങ്ങിയവർ ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു. നിറഞ്ഞ ജനക്കൂട്ടമാണ് താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷിയായത്. കുറച്ചെല്ലാവരും കുറച്ചങ്ങോട്ട് കുറച്ചെല്ലാവരും വൈഡായിരുന്നു. കേരളത്തിൽ സർക്കാർ മേഖലയെ തകർക്കാനുള്ള നീക്കമാണ് സ്വകാര്യ കുത്തക മാനേജ്മെൻറ്റുകൾ നടത്തുന്നതെന്നും ഇത് അനുവദിക്കില്ലെന്നും ഇവിടെ ഡയാലിസിസ് സംവിധാനം ഉടൻ ആരംഭിക്കുമെന്നും ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും സ്റ്റാഫിൻ്റെയും അപര്യാപ്തത പരിഹരിക്കാൻ 12 തസ്തികകൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വികസനമാണ് ഇവിടെ ഒരുങ്ങുന്ന പുതിയ സൗകര്യങ്ങൾ നമ്മളുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താ? കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിൽ അത് ശരിയാണ്. പക്ഷേ അവരുടെ കാലത്തായിരുന്നു, അവർ പറയുന്നവരുടെ കാലത്തായിരുന്നു കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലായിരുന്നത്. ഞാൻ കഴിഞ്ഞ ഈ നിയമസഭയുടെ ആദ്യ ദിവസങ്ങളിൽ നിയമസഭയിൽ ഞാൻ 2-3 പേപ്പർ കട്ടിങ്ങുകൾ കൊണ്ടുപോയി. അതിൽ ഒന്നിൽ പറയുന്നു 250 ലാബുകൾ, അതായത് രക്തം പരിശോധിക്കുന്ന ലാബുകൾ തുടങ്ങുന്നതിന് അന്നത്തെ സർക്കാർ 10 വർഷം മുൻപുള്ള സർക്കാർ 2011-15-16 കാലഘട്ടത്തിലെ സർക്കാർ ആലോചിച്ചെങ്കിലും അത് നടന്നില്ല. കൊച്ചിൻ ക്യാൻസർ സെന്റർ ആരംഭിക്കാൻ ആലോചിച്ചു, നടന്നില്ല. അപ്പോ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ലാബുകൾ എല്ലായിടത്തും സ്ഥാപിച്ചു. 1300 ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചു. അതുകൂടാതെയോ ഇന്ന് ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്ത് ലാബുകൾ ജില്ലാ ആശുപത്രികളിൽ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം മാത്രമേ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ആർക്കു വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ സർക്കാർ ആരോഗ്യ മേഖലയെ ആക്രമിക്കുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മുമ്പിൽ നോക്കുമ്പോൾ പുതിയ അടിസ്ഥാന സൗകര്യങ്ങളായി, പുതിയ ചികിത്സാ സംവിധാനങ്ങളായി നമ്മുടെ മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരിയിൽ റോബോട്ടിക് സർജറി വരെ അവിടെയുണ്ട്. കാർട്ടിസൽ തെറാപ്പി എന്ന് പറഞ്ഞൊരു ക്യാൻസർ ചികിത്സയുണ്ട്. എന്താണെന്നറിയുമോ? ക്യാൻസർ ഇല്ലാത്ത കോശങ്ങളെ കൊണ്ട് ക്യാൻസർ ഉള്ള കോശങ്ങൾ ചികിത്സിപ്പിക്കുക. ഞാനിത് ഒരു മുഖ്യധാര മാധ്യമവും പറയാത്തത് കൊണ്ട് കൂടിയാണ് ഇവിടെ പറയുന്നത്. പുറത്ത് 50-60 ലക്ഷം അതിനു മുകളിലാണ് ആ കാർട്ടിസൽ തെറാപ്പിക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ ക്യാൻസർ ചികിത്സകളിൽ ഒന്നാണിത്. നമ്മുടെ മലബാർ ക്യാൻസർ സെന്ററിൽ ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്ത് സർക്കാർ ആശുപത്രികൾ അപൂർവമായി മാത്രമേ ചെയ്യുന്നുള്ളൂ. 1-2 ഇടത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് നമ്മുടെ മലബാർ ക്യാൻസർ സെന്ററിൽ ചെയ്യുന്നുണ്ട്. മജ്ജമാറ്റ ശസ്ത്രക്രിയ 20-25 ലക്ഷം രൂപയാണ് സ്വകാര്യ ആശുപത്രിയിൽ. കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണമായി സൗജന്യമായി, BPL വിഭാഗത്തിന് സൗജന്യമായി, കാശ്മീരുള്ളവർക്ക് അതിൽ APL വിഭാഗത്തിന് വളരെ മിതമായ നിരക്കിൽ മലബാർ ക്യാൻസർ സെന്ററിൽ ചെയ്യുന്നു. അപ്പൊ ഒരു വർഷം 1600 കോടി രൂപയാണ് സർക്കാർ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ആ 1600 കോടി രൂപ ഉപയോഗിച്ച് ചികിത്സ തേടുന്ന സാധാരണക്കാരായ മനുഷ്യരെ സർക്കാർ ആശുപത്രികൾ ഉപേക്ഷിച്ച് പുറത്ത് സ്വകാര്യ കുത്തകകളുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രികളിലേക്ക് എത്തിക്കുക എന്ന ഗൂഢ ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് നാം കാണണം. അല്ലെങ്കിൽ 10 വർഷം മുൻപ് 10 ആശുപത്രികളിൽ 12 ആശുപത്രിയിൽ ഡയാലിസിസ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 125 ആശുപത്രികളിൽ ഉണ്ടെങ്കിൽ ആ മുന്നേറ്റം ആരെയാണ് ക്ഷീണിപ്പിക്കുന്നത്? സർക്കാർ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ക്ഷീണിപ്പിക്കുന്ന ചിലരുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
കേരളത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കടന്നപ്പള്ളി, പാണപ്പുഴ, പെരിങ്ങോം, വയക്കര, കാങ്കോൽ, ആലപ്പടമ്പ്, ചെറുപുഴ, എരമംകുറ്റൂർ ഉൾപ്പെടെ 5 പഞ്ചായത്തുകളെ കണക്കാക്കിയാണ് ഈ ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ട് പോയത്. ആ നിലയിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വന്നത്. 2019 13 കോടി രൂപ അനുവദിച്ചുകൊണ്ട് നമ്മുടെ ശൈലജ ടീച്ചറാണ് ഇന്ന് ഈ കാണുന്ന സ്ഥലത്ത് ഈ ആശുപത്രിക്ക് തറക്കല്ലിട്ടത്. TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. ആലോചിച്ചു ഇതിനുള്ളിൽ ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ വേണം. അതിനെന്താ മാർഗം? ഇപ്പോൾ MLA ഫണ്ടിൽ നിന്ന് 38 ലക്ഷം രൂപ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ എല്ലാ ഫർണിച്ചറും ഇവിടെ നിറയും. ഇനി അതുകൊണ്ടാവുന്നില്ലെങ്കിൽ എങ്ങനെ പൈസ എന്നുള്ളത് ആലോചിച്ച് നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, സന്നദ്ധ സേവനം നടത്തുന്ന ആളുകൾ ഈ വേദിയിലുണ്ട്. വ്യാപാരി വ്യവസായ സമിതിയുണ്ട്, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുണ്ട്. ഈ പെരിങ്ങോത്ത് പല രീതിയിലും പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രസ്ഥാനങ്ങളുണ്ട്. അവരുടെ എല്ലാം സഹായവും പിന്തുണയും ഈ ആശുപത്രിയുടെ മുന്നോട്ടേക്ക് പോക്കിനുണ്ടാകും. പക്ഷേ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ സൗകര്യങ്ങളെ നന്നായിട്ട് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആശുപത്രി ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് ഫർണിച്ചർ വാങ്ങാൻ 39 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചെന്നും ആവശ്യമായ ഘട്ടത്തിൽ പ്രവർത്തനത്തിന് സൗകര്യം ഏർപ്പെടുത്തുമെന്നും MLA പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ MP രാജ്മോഹൻ ഉണ്ണിത്താനെ ക്ഷണിച്ചില്ലെന്ന ആക്ഷേപം വസ്തുതാവിരുദ്ധമാണെന്നും ഔദ്യോഗികമായി തന്നെ MPയെ ക്ഷണിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. പെരിങ്ങോം, എരമംകുറ്റൂർ, കാങ്കോലാലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K. ലളിത, K. പ്രീത, P. അനസൂയ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി ആൾക്കാർ ചടങ്ങിൽ സംബന്ധിച്ചു. അതേസമയം ആരോഗ്യമന്ത്രിക്കെതിരെ പെരിങ്ങോം ടൗണിൽ UDF പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമത്തിനിടെ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷജീർ ഇക്ബാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ പരിക്കേറ്റ ഷജീർ ഇക്ബാൽ പയ്യന്നൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. MP രാജ്മോഹൻ ഉണ്ണിത്താനെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ലെന്നാരോപിച്ച് UDF പ്രവർത്തകർ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു. ചില ആളുകൾ കറുത്ത കൊടി കാണിക്കാൻ ശ്രമിച്ചെന്നും അടുത്ത 5 വർഷവും അവർക്ക് ഈ കറുത്ത കൊടി തന്നെയാവും പിടിക്കേണ്ടി വരികയെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിൽ 2229 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 2 നിലകളിലായിട്ടാണ് പുതിയ ആശുപത്രി മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. കേരള സർക്കാർ നബാർഡിൽ നിന്നും അനുവദിച്ച 12 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ. ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ് 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ.